വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ഡിജിറ്റൽ വേൾഡ്. ഇന്ന് നമുക്കൊരു ഹാൻഡ് വർക്ക് നോക്കിയാലോ. അപ്പോൾ ഞാൻ റെഫറൻസ് പിക്ക് എടുത്തേക്കുന്നത് ഈ ഒരു മോഡലാണ് കേട്ടോ. അപ്പോൾ നമ്മുടേതായ കുഞ്ഞു കുഞ്ഞ് ഡിഫറൻസ് ഒക്കെ നമ്മൾ വരുത്തുന്നുണ്ട്. അപ്പോൾ കട്ട് ബീഡാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ മെറ്റീരിയലിന് ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യമേ കട്ട് ചെയ്തിട്ടില്ല, മാർക്ക് ചെയ്തെടുത്തു. എന്നിട്ട് ഒരു പേപ്പർ ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ വീതി ഞാൻ 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതേപോലെ ഫ്രണ്ട് നെക്കാണ് നെക്കിൻ്റെ ഇറക്കം കൊടുക്കുന്നത് 5.5 ഇതേപോലെ ഞാനൊരു ബോക്സ് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു കോർണറിൽ നിന്ന് ആ ബോക്സ് വരച്ചതിൻ്റെ ഒരു കോർണറിലേക്ക് നമ്മൾ നെക്ക് കൊടുത്തേക്കുവാണ്. എന്നിട്ട് ആ വിയെ ഞാനൊന്ന് ജസ്റ്റ് വൈഡാക്കി കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഒന്ന് വൈഡാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് കട്ട് ചെയ്തെടുത്ത് മാറ്റുവാണ് കേട്ടോ. ഇനി നമുക്ക് തുണി ഒന്ന് ഫ്രെയിമിൽ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ആരി വർക്ക് നീഡിലെടുത്തു. അതേപോലെ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുണിയുടെ സെൻറ്ററിലൂടെ ഒരു ലൈൻ ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ആ നെക്കൊന്ന് ഡ്രോ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് 2 സൈഡിൽ നിന്നും ഒരു 3/4 ഇഞ്ച് വീതി ഞാൻ വിട്ടിട്ടുണ്ട്. കാരണം നമുക്ക് ഷോൾഡർ അടിച്ചെടുക്കുമ്പോഴത്തേനും ഈ ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു 1/2 ഇഞ്ച് 3/4 ഇഞ്ച് ഞാനിപ്പോൾ 3/4 വിട്ട്, നിങ്ങൾ വിടുമ്പോൾ ഒരു 1/2 ഇഞ്ച് വിട്ടാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ നെക്ക് വരച്ച ആ ലൈനിൽ കൂടെ തന്നെ ഞാൻ ആദ്യത്തെ സ്റ്റിച്ച് ഇട്ട് എടുക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ കറക്റ്റ് ലൈനിൽ കൂടെ തന്നെയാണ് ഇട്ടെടുക്കുന്നത്. നമുക്കൊരു സിംഗിൾ ഫൂട്ട് ഉണ്ടെങ്കിൽ നമുക്കിത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഗ്യാപ്പ് ഒന്നും നെക്കിൽ വരാതെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ വിയുടെ കോർണറിൽ വന്നപ്പോഴത്തേനും ജസ്റ്റ് നമ്മളൊന്ന് ഇതേപോലെ വളച്ച് താഴോട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 13 ഇഞ്ചിലൊക്കെയാണ് കേട്ടോ എൻ്റെ നെക്ക് താഴോട്ടുള്ള ലെങ്ത്ത് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് ലെങ്തി ആക്കാം. അപ്പോൾ ഞാൻ അല്പം ഷോർട്ടായത് കാരണം ഞാൻ അധികം ഇറക്കിയിട്ടില്ല. അപ്പോൾ താഴെ കൊണ്ടുവന്ന് ഞാൻ ലോക്കിട്ട് അവസാനിപ്പിച്ചു കേട്ടോ. ഇനി അടുത്ത ലൈന് അതിനും ഇപ്പം ഞാൻ ലോക്കിട്ടതിന് കുറച്ചൊരു 2 കട്ട് ബീഡിൻ്റെ വ്യത്യാസത്തിലാണ് കേട്ടോ ഞാൻ നെക്സ്റ്റ് ലൈൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആ മോഡലിൻ്റെ പ്രത്യേകത എങ്ങനെയാണ്, കയറി ഇറങ്ങിയ ഒരു മോഡലല്ല. ഒരെണ്ണം കയറി അതിന് മുകളിൽ പിന്നെ അതിന് മുകളിൽ ആ ഒരു മോഡലാണ് കേട്ടോ. ഞാൻ ചെയ്തു തുടങ്ങിയപ്പോൾ എത്ര ലെയർ ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ആ പിക്കിൽ നമ്മൾ കാണുന്നത് ഒരു 4 ലെയറോളമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്ത് ഭംഗി കിട്ടുന്നത്രയും ചെയ്യാമെന്ന് ഞാൻ കരുതി.
ക്യാമറ വെച്ചിടത്ത് എൻ്റെ തല കയറിപ്പോയി ഗൈസ്, നമ്മൾ അറിയുന്നില്ല. അപ്പം ഞാൻ 3rd ലെയർ ചെയ്ത് തുടങ്ങി കേട്ടോ. ഒരു സൈഡ് ഓൾമോസ്റ്റ് ഞാനൊരു 5 ലെയർ വെച്ചിട്ടാണ് കേട്ടോ കംപ്ലീറ്റ് ചെയ്തെടുത്തത്. അതേപോലെ ഓപ്പോസിറ്റ് സൈഡും നമുക്ക് ഇതേപോലെ 5 ലെയർ ഇട്ടെടുക്കണം. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വലത്തെ സൈഡിൽ നമ്മൾ ചെയ്തേക്കുന്ന ആ കയറിയ ആ ഒരു സെയിം ലെങ്ത് ആയിരിക്കണം ഇടത്തെ സൈഡിൽ നമ്മൾ ചെയ്യുമ്പോൾ. അല്ലാതെ ആ ലെങ്ത്തിന് വ്യത്യാസം വന്നാൽ നമ്മുടെ വർക്ക് വളരെ ബോറായി പോകും കേട്ടോ. അപ്പോൾ വലത്തെ സൈഡിൽ നമ്മളൊരു ചെറിയ വളവ് കൊടുത്ത പോലെ തന്നെ ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് ചെയ്തെടുത്തൊരു വർക്കാണ് കേട്ടോ. അധികം ടൈമേ എടുത്തില്ല. അന്ന് തന്നെ ഒരു 2-2.5 മണിക്കൂർ എടുത്തതേ ഉള്ളൂ കേട്ടോ വർക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അത്രയും പോലും എടുക്കില്ലായിരുന്നു. അതിനിടയ്ക്ക് നമ്മൾ വീട്ടു ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് അത്രയും എടുത്തു കേട്ടോ. അപ്പോൾ അന്ന് തന്നെ ചെയ്തു, അന്ന് തന്നെ സ്റ്റിച്ചും ചെയ്ത ഒരു വർക്കാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി നാളുകൊണ്ട് ഞാൻ ഈ വർക്ക് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിരുന്നു. ബട്ട് ഈ സെയിം കളറിൽ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. എനിക്ക് ഈ സെയിം കളറിൽ തന്നെ ഒരു അംബ്രല്ല ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി അംബ്രല്ല ചെയ്യേണ്ട, സ്ലിറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഈ മെറ്റീരിയൽ മേടിച്ചത്. സംതിങ് 2 മീറ്ററോളം മേടിച്ചു. ബട്ട് സെയിം ഈ വർക്ക് തന്നെ അപ്പം ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ചെയ്തിരുന്നത്. ഓരോ ലെയർ തുടങ്ങുമ്പോഴേ ഞാൻ സ്റ്റാർട്ടിങ്ങിലും അതേപോലെ എൻഡിങ്ങിലും ലോക്ക് ചെയ്ത് തന്നെയാണ് കേട്ടോ അടുത്ത ലെയർ തുടങ്ങുന്നത്. അല്ലെങ്കിൽ
എവിടെയെങ്കിലും ഒന്ന് അല്ലെങ്കിൽ എവിടെയെങ്കിലും കട്ടായി പോയാൽ പിന്നെ ഫുൾ ലെയറും ആരി വർക്ക് ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് ആയതുകൊണ്ട് തന്നെ ഒരു ലെയർ എവിടെയെങ്കിലും കട്ടായാൽ ബാക്കി മൊത്തം ബീഡ്സ് എന്താ പറയുക ഇളകി പോകും കേട്ടോ. അതുകൊണ്ട് ഞാൻ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ലോക്ക് ഇട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കട്ട് ബീഡിന് നല്ല ഷൈനിങ് ഉണ്ട് കേട്ടോ. ഒരു റെയിൻബോ കട്ട് ബീഡെന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും നല്ല ഷൈനിങ് ഉണ്ട് കേട്ടോ. പക്ഷേ ബീഡ്സിന് തീരെ ക്വാളിറ്റി ഇല്ലാത്ത ബീഡ്സാണ്. ഞാൻ എന്താ പറയുക, ഈ 10 രൂപ 20 രൂപ പാക്കറ്റ് ഉണ്ടല്ലോ, അങ്ങനെ എപ്പോഴോ മേടിച്ച ബീഡാണ് കേട്ടോ. അപ്പോൾ ഒരു വാഷ് കഴിയുമ്പോൾ ഇതിൻ്റെ കളർ എന്തായാലും പോകും. അതറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൻ്റെ വർക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിന് അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് ഉള്ളതുകൊണ്ട് ഞാനങ്ങ് ചെയ്തതാണ്. ഇതിൻ്റെ കളർ ഇളകിപ്പോയി പിന്നെ ഇത് വൈറ്റ് കളറാവും കേട്ടോ. അപ്പോൾ ഒരു വെറൈറ്റിക്ക് വൈറ്റ് നമ്മൾ യൂസ് ചെയ്തു, ഇത് ബ്ലൂ യൂസ് ചെയ്തു എന്നുള്ള രീതിയിൽ ഞാനൊക്കെ ചെയ്തതാണ്. അപ്പോൾ കേൾക്കുന്നവർക്ക് എനിക്ക് വട്ടാൻ തോന്നും, ഇത്രയും കഷ്ടപ്പെട്ട് കളർ പോയ ബീഡ്സിലാണോ ഞാൻ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതിൻ്റെ കളർ പോകുമ്പോൾ മൊത്തത്തിൽ വൈറ്റ് ആവും കേട്ടോ. അപ്പോൾ നമുക്ക് ബോറായിട്ട് തോന്നില്ല. കട്ട് ബീഡ് എന്തായാലും നശിച്ചു പോകത്തില്ല, കളർ മാത്രമേ നശിക്കൂ കേട്ടോ. ഞാൻ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ. ഔട്ട്ലുക്ക് എങ്ങനെ ആയിരിക്കും, സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയിലാണ് കേട്ടോ ഞാനിത് മൊത്തം ഇരുന്ന് ചെയ്തത്. അതുമല്ല ഒരൊറ്റ മുട്ട് തന്നെ ആയതുകൊണ്ട് നമുക്ക് സ്പീഡ് ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം വീഡിയോയിൽ എനിക്ക് ഒരു 5-6 ആരി വർക്ക് സൂചി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കോർത്ത് വെച്ചിട്ടാണ് പെട്ടെന്ന് ചെയ്തെടുക്കുന്നത്. അതാണ് എനിക്ക് ഈസി ആയിട്ട് തോന്നിയ മെത്തേഡ് കേട്ടോ. ചിലർ എക്സ്പേർട്ടുകളൊക്കെ ഒരു സൂചി തന്നെയാണ് വേഗം കോർത്ത് ചെയ്യുന്നത്. പക്ഷേ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മൾ സ്ഥിരം ഇതേന്ന് പറഞ്ഞിരിക്കാത്തത് കൊണ്ടായിരിക്കും എനിക്കത് പാടായിട്ട് തോന്നുന്നത്. അവരെന്ന് പറഞ്ഞാൽ 10-12 മണിക്കൂർ ഒറ്റ ഇരിപ്പിൽ ചെയ്യുന്നവരാണ്. ഓൾമോസ്റ്റ് കഴിയാറാവുന്നുണ്ട് കേട്ടോ എൻ്റെ ഹാൻഡ് വർക്ക്. ഫൈനൽ ലെയറും കഴിഞ്ഞു, ലോക്ക് ഇട്ടെടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഹാൻഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു ലുക്ക്. അപ്പോൾ ഇനി നമുക്കിത് സ്റ്റിച്ചിങ്ങൂടെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നെക്ക് ഫിനിഷ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നെക്ക് നമ്മുടെ ഹാൻഡ് വർക്ക് പോയതിൻ്റെ തൊട്ടരികിൽ കൂടെ തന്നെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്യത്തില്ല നെക്ക്, അതിന് പകരമായിട്ട് ഞാൻ കൈകൊണ്ട് തന്നെയാണ്, സൂചിയിൽ തന്നെയാണ് അത് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. പതിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും നമ്മളത് സ്ഥിരം പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാനിങ്ങനെ നെക്കിൽ സൂചി തന്നെയാണ് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അതാണ് പെർഫെക്റ്റായിട്ട് എനിക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും ഒരുപാട് എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഇതേപോലൊരു യൂസ്ഫുൾ വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.